ഇനി എന്താ വൈകിക്കുന്നത്? തുടങ്ങിക്കൂടെ? ഒരു 2 മിനിറ്റ് മാഷെ. നമ്മുടെ പരിപാടിയുടെ സ്പോൺസേഴ്സ് വരുന്നുണ്ട്. എത്തിയാൽ ഉടനെ നമുക്ക് തുടങ്ങാം. ഓക്കെ. എത്തി. അവരെത്തിയല്ലോ. നമസ്കാരം. 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 പ്രോഗ്രാം തുടങ്ങിയോ? മാഡത്തെ വെയിറ്റ് ചെയ്യായിരുന്നു. വരൂ മാഡം. ഓഹോ, വരൂ മാഡം. ചെറുതില് തുടങ്ങാലോ അല്ലേ? സഹൃദയ സദസ്സിന് നമസ്കാരം. നാട്യ അക്കാദമി കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി അഖില കേരള ഭരതനാട്യ മത്സരം സംഘടിപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി ഈ വേദിയെ ധന്യമാക്കി നടന്നു വന്ന ഭരതനാട്യ മത്സരത്തിൽ ഒരേ മാർക്ക് കരസ്ഥമാക്കിയ 3 കണ്ടസ്റ്റന്റുകൾ മാറ്റുരയ്ക്കുന്ന ഒരു ഫൈനൽ മത്സരത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമസ്ഥരും നിരവധി നിർധനരായ പ്രതിഭകളുടെ സ്പോൺസേഴ്സും കൂടിയായ ശ്രീ ശിവരാമകൃഷ്ണൻ സാറും ശ്രീമതി അഖിലാണ്ടേശ്വരി മാഡവുമാണ്. മാഡത്തെയും സാറിനെയും വ്യക്തിപരമായ പേരിലും നാട്യ അക്കാദമിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാവരാഗ താളങ്ങളുടെ ആദ്യ അക്ഷരത്തോട് നാട്യം കൂടി ചേർന്നാണ് ഭരതനാട്യമായത്. കൈ പോകുന്നിടത്ത് കണ്ണും, കണ്ണു പോകുന്നിടത്ത് മനസ്സും, മനസ്സു പോകുന്നിടത്ത് ഭാവവും, ഭാവമുള്ളിടത്ത് രസവും ചേർന്നതാണ് ഭരതനാട്യം. ഇന്നിവിടെ ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയ ആ 3 കലാപ്രതിഭകളെയും ഞാനിവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കുമാരി പാർവതി വാര്യർ. അടുത്തതായി കുമാരി വൈഗ വിശ്വനാഥ്. നെക്സ്റ്റ്, കുമാരി പ്രിയങ്ക വർമ്മ.
ഉടനെ തന്നെ ഫൈനൽ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് വിധികർത്താക്കളെ ഒന്ന് പരിചയപ്പെടുത്താം. നടനകലയിലെ നിറസാന്നിധ്യങ്ങളായ സർവശ്രീ കലാക്ഷേത്രം രാജേശ്വരി, സ്വാഗതം മാഡം. ധനഞ്ജയൻ സോപാനം, യമുന സുന്ദരമൂർത്തി, ഇനി നമുക്ക് ഇമച്ചിമ്മാതെ ഈ വേദിയിൽ നടക്കുന്ന നടന വൈഭവത്തെ കണ്ടിരിക്കാം. മത്സരം ആരംഭിക്കുകയാണ്. ஓம் என்ன பிரணவம் உருவம் கொண்டவனே பிரம்மாண்ட நாயகி. ஓம் என்ன பிரணவம் உருவம் கொண்டவளே பிரம்மம் கதகதிக்கு தக்கததி கிணத்துத தின்ன தின்ன தம் அதே தும் தி தின்ன தின்ன தம் தின்ன தின்னி கிட்ட தம் த தி தும் தி கெண்ண தின்னத்த தின்ன தின்னி கிட்ட தம் த தி தும் தி தின்ன தின்னத்த தின்ன திமி கிட்ட தம் த தி தும் தி தின்ன தின்னத்த தின்ன திமி கிட்ட தம் த தி தும் தி தின்ன தின்னத்த தின்ன திமி கிட்ட தம் த தி தும் தி தின்ன தின்னத்த தின்ன திமி கிட்ட தம் த தி தும் தி தின்ன தின்னத்த திமி கிட்ட தச்சம் கரம் கணம் யதின் திமி கிட்ட தச்சம் கரம் தாம் தி த திமி கிட்ட தச்சம் கரம் கணம் யதின் திமி கிட்ட தச்சம் கரம் தாம் தி தம் ஓம் பிரணவம் பிரணவா தாரம் தத்தரி தத்தனி தத்தச்சனு தத்தரி த ஓம் பிரணவம் பிரணவா தாரம் தத்தரி தத்தன தத்தச்சனு தத்திமி தத்தகதா தகதி தகதத்தி கிட்ட தொங்கு தத்தி கிட்ட தத்தி கிட்ட தத்தி கிட்ட தகதா தி கிட்ட தொங்கு ததிங்கின 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 தத்தி கிட்ட தொங்கு தத்தி கிட்ட ததிங்கின ததிங்கின ஓம் என்ன பிரணவம் உருவம் கொண்டவளே பிரம்மாண்ட நாயகி. ആനന്ദദായിനി അകാര ഉകാര മകാര രൂപിണി അമ്മ ആനന്ദദായിനി. തലങ്കു തക്ക തിക്കു തക്ക തത്തിക്കിട്ട തൊം ത അതെ ത തേ ത ജം ദേ ത തേ ത ജം ത തേ ത ജം ത ജം ത ധേ കേ ന തൊം ത തേ ത തേ ത ജം ദേ ത തേ ത ജം ത തേ ത ജം ത ജം ത ധേ കേ ന ത തക്ക തേ ത
அருள் தவம் செய்யும் அன்னையே அருள் தவம் செய்யும் அன்னையே அருள் தவம் செய்யும் அன்னையே தளங் குட்டக்கத்தி குத்தக்கத்த திங்கின தூம் தாம் த ரி த தாம் த ந த தாம் ஜ நு த தா திம் கி ந தும் கின் ந தும் தாம் தத்தித்த தாம் தன்னத்த தாம் ஜுன்னுத்த தா திங் கின் ந தும் கின்ன தும் தாம் தத்தித்த தாம் தன்னத்த தாம் ஜுன்னுத்த தா திங் கின் ந தும் கின்ன தும் தாம் தரித தாம் கணத தாம் ஜுனுத்த தத் திங் கின்ன தும் கின தும் தாம் தரித தாம் கணத தாம் ஜுனுத்த தத் திங் கின்ன தும் கின தும் தாம் தரித தத் திங் கின்ன தும் தாம் கணத தத் திங் கின்ன தும் தாம் ஜுனுத்த தத் திங் கின்ன தும் தாம் தரித தாதாம் கணத தாதாம் ஜுனுத்த தாத திங் கின்ன தும் தா 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 தகத திங் கின்ன தும் தை 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 தக திக்குத திங் கின்ன தும் ததிங் கிண்ணத்தும் கிடதகதர்கடதும் தக்க ததிங் கிண்ணத்தும் தக்கடதகதர்கடதும் தக்க திக்கு ததிங் கிண்ணத்தும் தக்க திக்கு கிடதகதர்கடதும் தக்க திக்கு கிடதகதர்கடதும் தக்க திக்கு கிடதகதர்கடதும் அருள் தவம் செய்யும் அன்னையே அலைக்கடல் குமரியில் அருள் தவம் செய்யும் அன்னையே പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. കലയുടെ ഈ ധന്യമായ വേദിയിൽ 3 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കാഴ്ചവെച്ചത്. ഇനി ഇതിൽ ആരാണ് വിന്നറെന്ന് പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. നിങ്ങളെപ്പോലെ തന്നെ അതറിയാൻ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ജഡ്ജസ് തങ്ങളുടെ തീരുമാനം നമ്മെ അറിയിക്കുന്നതാണ്. എക്സ്ക്യൂസ് മീ മാഡം, ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയിൽ മാഡത്തിന് ആരുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടത്? ആർക്ക് ഫസ്റ്റ് കിട്ടണമെന്നാണ് മാഡത്തിന്റെ അഭിപ്രായം? വെറുതെ ചോദിച്ചതാ. മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഹേയ്, അഭിപ്രായം പറയുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? 3 പേര് കളിച്ചതിൽ എന്റെ ഒബ്സർവേഷൻ വെച്ച് പറഞ്ഞാൽ ആദ്യവും അവസാനവും കളിച്ച കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കമ്പാരിറ്റീവ്ലി നല്ല പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് അതാ. പക്ഷെ മാഡം, രണ്ടാമത് കളിച്ച പ്രിയങ്കയുടെ പെർഫോമൻസ് നല്ലതായിട്ട് തോന്നിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ്? അതും കൊള്ളായിരുന്നു. ആ കുട്ടി നന്നായി കളിച്ചു. പക്ഷേ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന് സെക്കൻഡ് ഓർ തേർഡ് പ്രൈസിന് അർഹതയുള്ളൂ. അല്ല, ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. നൃത്തത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഫൈനൽ തീരുമാനം നിങ്ങളുടേതാ. ചോദിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് കമന്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മാഡം, ഇതാണ് റിസൾട്ട്. അനൗൺസ് ചെയ്തോളൂ. ശരി മാഷെ, ഞാൻ ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്യാം. ഉം. പിന്നെ വിളിക്കുമ്പോൾ മാഷൊന്ന് സ്റ്റേജിലേക്ക് വരണം. ഷുവർ. ആ, സർ,
ഒരു മിനിറ്റ്. എന്താ പ്രിയങ്കേ? അല്ല, റിസൾട്ടിനെ പറ്റി അവിടെ എന്തോ ഡിസ്കഷൻ നടന്നതായി തോന്നി. ജഡ്ജസിനോട് അഖില മാഡം അഭിപ്രായം പറഞ്ഞതാണെന്ന് മനസ്സിലായി. ബുദ്ധിമുട്ടില്ലെങ്കിൽ അഖിലാണ്ടേശ്വരി മാഡം ഫസ്റ്റ് പ്രൈസിന് ആരെയെ സെലക്ട് ചെയ്തേന്ന് അറിയാൻ പറ്റുമോ? വെറുതെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാ. അത് മാഡം പറഞ്ഞത് പാർവതിയുടെയും വൈകിയുടെയും പേര്, പിന്നെ പ്രിയങ്കയ്ക്കും. പക്ഷെ ജഡ്ജസിന്റെ മാർക്ക് വെച്ച് പ്രിയങ്ക തന്നെയാ ഫസ്റ്റ്. അതാ ഞാനിപ്പോ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നടന്ന ഭരതനാട്യ മത്സരത്തിന്റെ വിജയികളെ, വിധികർത്താക്കളെ പ്രതിനിധീകരിച്ച് ശ്രീ ധനഞ്ജയൻ സോപാനം ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. മാഷെ, പ്ലീസ്. ഇതാ മാഷെ. സഹൃദയ സദസ്സിന് നമസ്കാരം. കഴിഞ്ഞ 5 ദിവസങ്ങളായി നടന്നുവന്ന ഭരതനാട്യ മത്സരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളുടെ കലാശക്കൊട്ടായിരുന്നു ഇന്നിവിടെ നടന്നത്. 3 പേരും വളരെ നന്നായിട്ട് കളിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. നൃത്തഹസ്തങ്ങളും അഭിനയഹസ്തങ്ങളും ചേർത്ത് 66 മുദ്രകളാണ് നാട്യശാസ്ത്രത്തിൽ, കൂടാതെ നിരവധി അടവുകളും. ഇതിൻ്റെ മർമ്മമറിഞ്ഞ് ഇവിടെ നൃത്തച്ചുവട് വെച്ച എല്ലാവരും തന്നെ വളരെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പിന്നെ ചെറിയ ചെറിയ തെറ്റുകൾ മാത്രമാണ് അവർ വരുത്തിയതെന്ന് പറയുമ്പോൾ ജഡ്ജസായ ഞങ്ങൾക്കും പറയുവാൻ അഭിമാനം തോന്നുന്നുണ്ട്. ഏതായാലും റിസൾട്ടിലേക്ക് കിടക്കാം. ഇവിടെ ഇന്ന് നടന്ന നൃത്ത മത്സരത്തിൽ 1-ാം സ്ഥാനത്തിന് അർഹത നേടിയത് കുമാരി പ്രിയങ്ക വർമ്മ. കൺഗ്രാജുലേഷൻസ് പ്രിയങ്ക. മാഷെ, ഒരു മിനിറ്റ്. രണ്ടാമത് കളിച്ച പ്രിയങ്കയുടെ പെർഫോമൻസ് നല്ലതായിട്ട് തോന്നിയില്ലേ? അതും കൊള്ളായിരുന്നു. ആ കുട്ടി നന്നായി കളിച്ചു. പക്ഷേ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന് സെക്കൻഡ് ഓർ തേർഡ് പ്രൈസിന് അർഹതയുള്ളൂ.